एवरीवन, वेलकम टू माय चैनल। അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹതാശ സേ ഏക് വ്യക്തി ബാഠ് ഗയാ ഥാ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാന്ന ശബ്ദ की लेखक की व्याख्या से आप कहाँ तक सहमत है? അതായത് ജാന്ന അറിയുക എന്ന ആ വാക്കിന്റെ ലേഖകന്റെ വ്യാഖ്യാനത്തോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു? जानना शब्द की लेखक की व्याख्या से मैं पूरी तरह सहमत हूँ, क्योंकि किसी व्यक्ति को जानने का असली अर्थ उनका नाम, पता, उम्र, ओहदा या जाति को जानना नहीं है, बल्कि उनकी हताशा, निराशा, असहायता या संकट को जानना है. അതായത് ഞാൻ ലേഖകന്റെ വ്യാഖ്യാനത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ അറിയുക എന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അദ്ദേഹത്തിൻ്റെ പേരോ അഡ്രസ്സോ വയസ്സോ പദവിയോ അല്ലെങ്കിൽ ജാതിയോ അറിയുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ നിരാശയും നിസ്സഹായമായ അവസ്ഥയും ബുദ്ധിമുട്ടുകളും അറിയുന്നതാണ്. सेकेंड क्वेश्चन, कविता के शिल्प पक्ष पर लेखक के क्या क्या निरीक्षण है? അതായത് ഈ കവിതയെ കുറിച്ചിട്ടുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ്? എഴുതിയിരിക്കുന്നതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? लेखक कहते हैं कि इस कविता में शिल्प की बारीक कारीगिरी हम देख सकते हैं. ഈ കവിതയിൽ ശില്പത്തിന്റെ നേരിയ ഒരു കരവിദ്യ കാണാൻ കഴിയുന്നുണ്ട്. അതൊരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. ശരിക്കും ആ കവിത നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള കവിയുടെ കഴിവിനെയാണ് അവിടെ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. इस कविता में जानना और नहीं जानना शब्द किसी लोकगीत के स्थाई की तरह बार बार लौटता है. ഈ കവിതയിൽ ജാന്ന അതുപോലെ തന്നെ നെഹി ജാന്ന എന്നീ വാക്കുകൾ ഏതോ ഒരു നാടോടിപ്പാട്ടിലെ വരികൾ പോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കവിത മേ ഗീതാത്മകത കാ ബോധ് ഭി ഹൈ. കവിതയിലെ ഗീതാത്മകതയും ഉണ്ട്. थर्ड क्वेश्चन, कविता पर टिप्पणी लिखते समय किन किन बातों पर ध्यान देना है? नरेश सक्सेना की टिप्पणी के आधार पर आकलन सूची तैयार करें. അതായത് കവിതയെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നരേഷ് സക്സേനയുടെ ടിപ്പണി ബേസ് ചെയ്തിട്ട് പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കവി കാ പരിചയ ദേന ഹെ. കവിയെ കുറിച്ച് എഴുതണം. കവിത കാ ആശയ സംക്ഷിപ്ത രൂപ് സെ പ്രസ്തുത് കർണ ഹെ. കവിതയുടെ ആശയം ചുരുങ്ങിയ വരികളിലൂടെ അവതരിപ്പിക്കണം. കവിത കാ സന്ദേശ് വ്യക്ത് കർണ ഹെ. കവിതയുടെ സന്ദേശം വ്യക്തമാക്കണം. കവിത കെ ശില്പ പക്ഷ് പർ വിശ്ലേഷൺ കർണ ഹെ. അതായത് കവിത എഴുതിയിട്ടുള്ള രീതി, അതിൻ്റെ പ്രത്യേകതകൾ എല്ലാം തന്നെ വിശകലനം ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ തന്നിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഹതാശ സേ ഏക് വ്യക്തി ബാഠ് ഗയാ ഥാ എന്ന് പറഞ്ഞ കവിതയിലെ ആശയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ്. വിഷ്ണു കുമാർ സച്ച് മേ മാനവता के बहुत बड़े मिसाल है. वे खुद गरीब होते हुए भी पीड़ित व्यक्तियों का सहारा बन गए हैं. वे मध्य प्रदेश से आए हैं और केरल के गलियों में कंबल और चादर बेचते हैं. इस बार जब वे केरल आए तो यहाँ बाढ़ ने सब लोगों पर संकट बनाया था. उनसे लोगों की दशा देखा नहीं गया. उनको पता चल गया कि सब मुसीबत में है. कुछ लोगों के पास तो ओढ़ने के लिए कुछ नहीं था, इसलिए उन्होंने करीब 50 कंबल स्थानीय जिलाधिकारी को सौंपा ताकि वे बाढ़ पीड़ितों तक पहुंचा सके. മധ്യപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എല്ലാ മഴക്കാലത്തും ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും എല്ലാം വിൽക്കാൻ വരുന്ന ഒരു സാധാരണക്കാരനാണ് വിഷ്ണു കുമാർ. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം കേരളത്തിലേക്ക് വന്നപ്പോൾ കണ്ടത്
പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാവരും ദുഃഖത്തിലാണ്, എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളുടെ കയ്യിൽ ഉടുക്കാനുള്ള വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വിൽക്കാൻ കൊണ്ടുവന്നതിൽ നിന്നും 50 പുതപ്പ് സ്ഥലത്തെ ജില്ലാധികാരിയെ ഏൽപ്പിക്കുകയും ആവശ്യക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിലൂടെ മനുഷ്യത്വമുള്ള ജനങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നതിന് വലിയൊരു ഉദാഹരണമായി മാറുകയാണ് അദ്ദേഹം ചെയ്തത്. विष्णु कुमार ने हताशा से एक व्यक्ति बैठ गया था नामक कविता के संदेश को सार्थक किया है, क्योंकि जिन लोगों को उन्होंने कंबल दान किए हैं उनको वे नहीं जानते, मगर वे जानते हैं कि वे लोग मुसीबत में हैं और उनको सहायता की आवश्यकता है. वे मनुष्य है और दूसरों को भी मनुष्य की तरह ही जानते हैं. इन पीड़ित लोगों की अन्य जानकारियां प्राप्त करना उनके लिए जरूरी नहीं है. ഹതാശ സെ एक വ്യക്തി बैठ गया था എന്ന് പറഞ്ഞ കവിതയിൽ വരുന്ന സന്ദേശത്തിനെ പൂർണ്ണമായും സാർത്ഥകമാക്കുകയാണ് വിഷ്ണു കുമാർ എന്ന വ്യക്തി. കാരണം അദ്ദേഹം ഈ കമ്പിളി പുതപ്പുകൾ ആർക്കൊക്കെയാണോ കൊടുത്തത് അവരെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ആകെ കൂടെ അദ്ദേഹത്തിന് അറിയുന്നത് അവർ ബുദ്ധിമുട്ടിലാണ്, അവർക്ക് അദ്ദേഹത്തിന്റെ സഹായം ആവശ്യമുണ്ട് എന്നത് മാത്രമാണ്. അദ്ദേഹം മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയുന്നു. അവരെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ അറിയേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന പിക്ചറിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ്. ചിത്ര में एक मुर्गी का बच्चा दिखाई देता है जो बाढ़ से बचकर निकल गया है. ചിത്രത്തിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കോഴിക്കുഞ്ഞിനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. ഉസ്കോ പതാ നഹി ഹൈ വ ബച്ച് പായേഗാ യാ നഹി. തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അതിനറിയില്ല. अब वह कहाँ जाएगा उसको पता नहीं. फिर भी एक जूते का आश्रय लेकर वह अपना जान बचाने की कोशिश कर रहा है. താൻ എവിടെ പോകുമെന്ന് അതിനറിയില്ല, എന്നിട്ടുപോലും അത് ഒരു ചെരുപ്പിന്റെ ആശ്രയത്തോടെ ജീവൻ രക്ഷിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്കെ പാസ് ഇസ് ജൂത്തെ കെ അലാവ കുച്ച് ഓർ നഹി ഹൈ. ഈ ചെരുപ്പല്ലാതെ മറ്റൊന്നും അതിന്റെ കയ്യിലില്ല. യഹ് ജൂത ഉസ്കി ആഖിരി ഉമ്മീദ് ഹൈ. ഈ ചെരുപ്പാണ് അതിന്റെ അവസാനത്തെ ഹോപ്പ്. ഉമ്മീദ് എന്ന് വെച്ചാൽ ഹോപ്പ്. अपने पास कुछ न होते हुए भी वह उम्मीद बनाए रखकर जीने की कोशिश कर रहा है. തന്റെ കയ്യിൽ ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രത്യാശ കൈവിടാതെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. यह चित्र हमें അതിജീവൻ का संदेश देता है. അതിജീവനത്തിന്റെ സന്ദേശമാണ് ഈ പിക്ചർ നമുക്ക് നൽകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ജാനേ കെ രൂഢീഗ്രസ്ത് ആധാർ, ജാനേ കെ അസ്ലി ആധാർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആൻസേഴ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്.